ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഈ വീഡിയോ ഇടാനായിട്ട് ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. അതിന് ഞാൻ ക്ഷമിച്ചു ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾ കുറെ ടൂറിലൊക്കെ ആയിരുന്നു. ടൂറൊക്കെ കഴിഞ്ഞു വന്നു, അതിന്റെ വീഡിയോ ആയി, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ കമന്റ് വായിക്കാനായിട്ടും താമസിച്ചു പോയി. ഈ കമന്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ഭയങ്കരമായിട്ടൊരു മനപ്രയാസം എനിക്ക് തോന്നി. അപ്പം വേഗം തന്നെ ഒരു വീഡിയോ ചെയ്യുക. ഒരു സഹോദരൻ ചോദിച്ചിരിക്കുകയാണ്, സൂയിസൈഡ് ടെൻഡൻസി എങ്ങനെ ഓവർകം ചെയ്യാമെന്ന്. സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടെന്നും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിക്കുന്ന ആൾ ശരിക്കും മാനസികമായി തളർന്നിരിക്കാൻ ഇടയുണ്ട്. അയാൾക്ക് ഹെൽപ്പ് വേണം എന്നാണ് ഇങ്ങനെയുള്ളവർ പറയാതെ പറയുന്നത്. ഈ സഹോദരൻ സൂയിസൈഡ് ഐഡിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് തന്നെ വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഭീരുക്കളാണ് സാധാരണ ആത്മഹത്യ ചെയ്യുന്നത്. മതപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ദൈവത്തോടുള്ള നിന്ദയായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞെന്നാൽ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി എത്രയോ ദമ്പതിമാരാണ് പ്രാർത്ഥനയും വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നടന്നാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ജീവൻ കിട്ടുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവമാണ് നമുക്ക് ആ ഒരു ജീവനെ തരുന്നത്. അപ്പോൾ ആ ജീവൻ എടുക്കാനായിട്ട് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അവകാശവുമില്ല. നമ്മുടെ ജീവിതം നമ്മൾക്ക് ജീവിച്ച് തീർക്കാൻ തന്നെയാണെന്നുള്ള വിശ്വാസം വേണം. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതം എന്ന് പറഞ്ഞെന്നാൽ പട്ടുമെത്തയല്ല. അത് സുഖവും ദുഃഖവും, താഴ്ചയും ഉയർച്ചയും, പുകഴ്ചയും ഇകഴ്ചയും എല്ലാം കലർന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ചിലപ്പോൾ അതിന് സക്സസ് ഉണ്ടാകണമെന്നോ അല്ലെ ഉയർച്ച ഉണ്ടാകണമെന്നോ ഒന്നും വിചാരിച്ചാൽ ഒരു രക്ഷയില്ല, ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഉണ്ടാകാമായിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു സംരംഭത്തിൽ നമ്മൾക്ക് ജയിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സക്സസ് ഉണ്ടായെന്നാൽ അമിതമായിട്ട് അഹങ്കരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾക്കൊരു തോൽവി ഉണ്ടായെന്നാൽ അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായെന്നാൽ അതിനകത്തങ്ങ് ഡീപ്പായിട്ട് പോയി ഡിപ്രഷൻ അടിച്ച് വേണ്ടാത്ത വിചാരങ്ങളൊക്കെ ഉണ്ടാക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾക്കൊരു വീഴ്ച വന്നു, ഒരു ഫെയിലിയർ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അവലേഖനം ചെയ്യണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അപ്പം നമ്മുടെ തെറ്റുകൊണ്ടാണോ, എവിടെയാണ് തെറ്റുപറ്റിയത്, തെറ്റാണെങ്കിൽ അത് തിരുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കണം. ആ തെറ്റ് തിരുത്തി ജീവിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. പിന്നെ വേറൊരു സത്യം കൂടിയുണ്ട്. നമ്മുടെ ഏതവസ്ഥയിൽ നമുക്ക് എത്ര വിഷമ ഘട്ടങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു പോംവഴിയും കാണും. അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അത് കണ്ടെത്താതെ മടിയന്മാരായിട്ടിരുന്നാല് അല്ലെ മടിച്ചിമാരായിട്ടിരുന്ന് കഴിയുമ്പോഴാണ് ആത്മഹത്യ മാത്രമേ ഉള്ളൂ ഒരു പരിഹാരമെന്ന് ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ എന്ന ചിന്തയോ തീരുമാനമോ അല്ല വേണ്ടത്. അതിനെ അഭിമുഖീകരിക്കണം, അതിനെ ഫേസ് ചെയ്യണം, എന്നിട്ട് നല്ല ശക്തിയോടുകൂടി തിരിച്ചു വരണം. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആത്മഹത്യ കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ഒരാളങ്ങ് തീർന്നു പോയി, അയാൾക്ക് പിന്നെ ജീവിതത്തിലെ ദുരിതങ്ങളൊന്നും അറിയണ്ട. പക്ഷെങ്കിൽ ആ ആൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ കുടുംബത്തെ നശിപ്പിച്ചിട്ടല്ലേ പോകുന്നത്. ആ കുടുംബത്തിലുള്ളവര്, ആ ജീവിച്ചിരിക്കുന്നവർ എന്തുമാത്രം അപമാനവും അപകീർത്തിയും മനപ്രയാസവും എല്ലാം അനുഭവിക്കേണ്ടി വരും. കാരണം ഒരു പ്രശ്നം തീരാനായിട്ട് ആത്മഹത്യ ചെയ്യുവാണെന്ന് പറയുവാണെങ്കിൽ വാസ്തവത്തിലെ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളെ കൊണ്ട് ഇടുകയാണ് ഒരു ആത്മഹത്യ കൊണ്ട് നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മരണം കൊണ്ട് നിങ്ങളുടെ കുടുംബം നശിക്കുകയാണോ വേണ്ടിയത് എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാകാനായിട്ട് കുറെ കാരണങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമതായിട്ട് സ്ട്രെസ്, പിന്നെ കടം, ദാരിദ്ര്യം, പ്രേമനൈരാശ്യം, ജോലിയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇമോഷണൽ, ഫിസിക്കൽ ഓർ സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാം. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആകുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, മെന്റൽ ഡിസോർഡർ ഉണ്ടാകുക. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരാൾക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്പ് ആകുമ്പോഴുള്ള കാര്യങ്ങൾ കൊണ്ടും പിന്നെ മെന്റൽ ഡിസോർഡർ കൊണ്ടും ഷീസോഫ്രീനിയ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയെന്നാൽ കണിശമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തടയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് മെന്റൽ ഡിസോർഡർ ഉള്ളവർക്കും പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ജനറ്റിക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉള്ളവർക്കും ഒക്കെ ആണെന്ന് പറഞ്ഞാല് അതൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവരൊക്കെ ഏത് സമയത്ത് എങ്ങനെ തിങ്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ കൂടുന്നതിന്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? ആളുകൾക്ക് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് വന്നു, സ്ട്രെസ് കൂടി,
ഡിപ്രഷനായി. പല പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായി കാരണം ആരോടും ഒന്നും മിണ്ടാനായിട്ടുമില്ല, പറയാനായിട്ടുമില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി, വിഷമം പ്രയാസം എല്ലാം ഉള്ളിൽ ഒതുക്കി വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം, മെന്റൽ ഹെൽത്തിനെ ബാധിച്ചേക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്നാ എടുക്കുമെന്നറിയാമോ, ഒരു വൈദ്യസഹായം തേടാനായിട്ട് പോകത്തില്ല. ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്കിങ്ങനെ ഇച്ചിരി ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ആണ്, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ആളുകൾക്കൊരു സ്റ്റിഗ്മയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പം വൈദ്യസഹായം തേടത്തില്ല, ഡോക്ടറെ അടുത്ത് പോകത്തില്ല. അങ്ങനെയായിട്ട് ഇത് മൂർച്ഛിച്ച് ആത്മഹത്യയിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയട്ടെ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കര കാര്യമായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങിക്കും, ചികിത്സിക്കും. ലൈഫ് ലോങ് ചില മരുന്ന് എടുത്തുകൊണ്ടിരിക്കണം അല്ലേ. ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസിനും ഒക്കെ ലൈഫ് ലോങ് മരുന്ന് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. അപ്പൊ ഇച്ചിരി മെന്റൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ ഇച്ചിരി ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് പോയി ഒരു മരുന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതാണ്ട് ഭയങ്കര കുറച്ചിലാണ്. ആളുകളെല്ലാം അതിനെ ഭയങ്കര കുറച്ചിലായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണരുത്. മെന്റൽ ഡിസോർഡറോ അല്ലെ മെന്റൽ ഡിസീസും ഒരു ഡിസീസായിട്ട്, സാധാരണ ഒരു ഡിസീസായിട്ട് കാണണം. അതിന് മരുന്നെടുക്കണമെങ്കിൽ എടുക്കണം. അങ്ങനെയുള്ളൊരു ചിന്ത എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് ഏത് സമയത്താണ് നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് തെറ്റുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ചിലർക്ക് ഒരു പേരൻസിന്റെ ലോസ്, അല്ലെങ്കിൽ സ്പൗസിന്റെ ലോസ്, ഒരു ഡിസീസ് കണ്ടീഷൻ എന്തെങ്കിലും വരിക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേത്തിന് ഇവര് ഒരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേത്തിന് തന്നെ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്കും വേണ്ടാത്ത വിചാരങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ആൻസൈറ്റി ഉണ്ട്, പേടിയുണ്ട്, നാളെ എന്ത് സംഭവിക്കുന്നുള്ള പേടിയും ഭയത്തിലും എന്ത് ചെയ്യാനും ഒരു പേടി. അങ്ങനെയൊക്കെ അമിതമായിട്ടുള്ള പേടിയൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ തോന്നുകയാണെങ്കിൽ കണിശമായിട്ടും അതിന് മരുന്നെടുക്കും. അതൊന്നും ഒരു കുറച്ചിലായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ആൾക്കാരൊന്നും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളൊക്കെ ചത്ത് കളഞ്ഞാൽ മതി എന്നൊക്കെ ചുമ്മാതെ ഒരു ഓർമ്മ വന്നാൽ ഓക്കെ. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് മരിച്ചു കളയണം എന്നുള്ള ചിന്ത വരികയോ അല്ലെങ്കിൽ എങ്ങനെ മരിക്കാമെന്നൊക്കെ ഒരു തിങ്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കണിശമായിട്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യസഹായം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം തന്നെ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് വിശ്വസ്തരായ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടോ, അല്ലെ ഫാമിലിയോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ അവരുമായിട്ട് ഷെയർ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഒത്തിരി റിലീഫ് കിട്ടും. അല്ലാതെ ആത്മഹത്യയല്ല ഇതിനൊന്നും പരിഹാരം. ഇപ്പൊ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ പറയുമ്പോഴേത്തിനൊന്ന് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് പറയുക. നൈരാശ്യം വന്നു കഴിയുമ്പോഴേത്തിനും അതൊന്നും സാരമില്ല, അവളല്ലേ പോട്ടെ, അല്ലെ അവനല്ലേ പോട്ടെ, നമുക്ക് ചേർന്നതല്ല, അതുകൊണ്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ ഈ ആത്മഹത്യയിൽ നിന്ന് നമ്മൾക്ക് പിന്തിരിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഡിപ്രഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മയക്കുമരുന്നിലോട്ടോ മദ്യത്തിലോട്ടോ ഒന്നും തിരിയാൻ പോകരുത്. ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്തെന്നാൽ ഈ ആത്മഹത്യ ടെൻഡൻസി ഡബിൾ മടങ്ങ് വർദ്ധിക്കും. അപ്പൊ അതൊരിക്കലും അതൊരു പരിഹാരമല്ല. നിങ്ങളുടെ പ്രയാസങ്ങളൊന്നും മാറാൻ പോകുന്നില്ല ഇതൊന്നും കുടിച്ചാലൊന്നും, കേട്ടോ. ഈ സഹോദരന്റെ പ്രയാസം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സൂയിസൈഡ് ടെൻഡൻസി എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാരണം എന്താണെന്ന് അറിയത്തില്ല. കാരണം എന്തെങ്കിലും കാരണങ്ങളൊക്കെ കാണും. അപ്പൊ ആ കാരണങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സ്പെസിഫിക് ആയിട്ട് അതിന് സജഷൻസ് പറയാമായിരുന്നു. എനിവേ ജനറൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാണെന്ന് വിചാരിക്കരുത്. ആത്മഹത്യ കൊണ്ട് നിങ്ങളങ്ങ് ഈ ജീവിത വിഷമങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം പോയി കാണും. പക്ഷേ നിങ്ങളുടെ ആത്മഹത്യ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നശിപ്പിച്ചിട്ടാണ് പോകുന്നുള്ളൊരു കാര്യം ഓർക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടോ? ഭാര്യയോട് സ്നേഹമുണ്ടോ? അല്ലെ ഭർത്താവിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്കൊരു നല്ലൊരു കുടുംബം വേണമെന്നുണ്ടായിരുന്നു. ആ കുടുംബം സന്തോഷമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളവർ, കുടുംബത്തോട് സ്നേഹമുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുടുംബവുമായിട്ട് ആലോചിച്ച്, നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ കൂടി ആലോചിച്ച് ചെയ്തിട്ട് നമുക്കതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കിയിട്ട് അതിനായിട്ട് പരിശ്രമിക്കണം. ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാം. ഒരു അപ്പനും അമ്മയും 2 മക്കളുമുള്ള ഒരു കുടുംബം. അവർക്ക് കുറച്ച് സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു വീടുമുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അവർ കുറച്ച് ലോൺ എടുത്ത് കൃഷിയൊക്കെ ചെയ്തു. വെള്ളപ്പൊക്കം വന്നോ അല്ലെങ്കിൽ
വരൾച്ച കൊണ്ടോ ഒക്കെ കൃഷിയൊന്നും ശരിയായില്ല, അവർക്ക് ലോൺ അടയ്ക്കാനായിട്ട് കറക്റ്റ് ടൈമിന് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നു, അസുഖങ്ങൾ വന്നു, അതിന് രൂപ എടുത്ത് മറിച്ചു, അടയ്ക്കാൻ നിവൃത്തിയില്ല, വേണ്ട ഇപ്പം ജപ്തി ചെയ്യാനായിട്ട് വന്നു. ജപ്തി ചെയ്യാൻ വന്നെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അയ്യോ എനിക്ക് പൈസ കൊടുക്കാനായിട്ടില്ലേന്ന് ആദ്യം കയറിയിട്ട് ആ ഭർത്താവ് അല്ലെങ്കിൽ ആ അച്ഛൻ പോയി ഒരു ആത്മഹത്യ അങ്ങ് ചെയ്യുക. അവരുടെ പ്രശ്നം തീർന്നോ? ഒരിക്കലും തീർന്നില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് അയാളുടെ ജീവനും പോയി, ആ കുടുംബം കൂടെ നശിച്ചു പോയ പോലെയായി. ഈ അമ്മയും 2 മക്കളും ആൾക്കാരുടെ പരിഹാസ പാത്രമായി തീർന്നില്ലേ? അവർക്ക് എന്തോ ഒരു മെന്റൽ സ്ട്രെസ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? എല്ലാവരും നോക്കുവല്ലേ, അയ്യോ അവരുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു, ഇവരുടെ വീട്ടില് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എത്ര കഥകൾ മെനഞ്ഞെടുക്കും ഇല്ലേ? അതൊക്കെ ഒന്നും ഫേസ് ചെയ്യാനായിട്ട് ഈ കുടുംബത്തിന് കഴിയത്തില്ല. ഇപ്പം ആ ആള് മരിച്ചു പോയ കൊണ്ട് ഇവരുടെ ലോൺ എല്ലാം ബാങ്ക് അങ്ങ് എഴുതി തള്ളുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെ വേറെ ആരെങ്കിലും ഫാമിലി കൊണ്ട് കൊടുത്തങ്ങ് തീർക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അവര് വന്ന് ജപ്തി ചെയ്യാനുള്ള ജപ്തി ചെയ്ത് എല്ലാം അങ്ങ് പോകും. എന്നിട്ട് പിന്നെ ഈ അമ്മയും 2 കുഞ്ഞുങ്ങളും എന്ത് ചെയ്യും? മനപ്രയാസത്തിന്റെ കൊടുമുടിയിലായിരിക്കും അവര്. കുടുംബം നടത്തിക്കൊണ്ട് പോകണ്ടേ? അപ്പോൾ ഈ അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാകുന്ന മാനഹാനി ഒന്ന് ഓർത്തു നോക്കി, അവരുടെ മെന്റൽ സ്റ്റാറ്റസ് ഏത് ലെവലിലായിരിക്കും എന്ന് ഓർത്തു നോക്കി. അവരുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും എല്ലാം പോകത്തില്ലേ? അവർക്ക് ആളുകളുടെ മുന്നിൽ നോക്കാൻ സാധിക്കുമോ? അപ്പോൾ ഈ ഒരാള് ആത്മഹത്യ ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ നശിപ്പിച്ച് കളഞ്ഞെന്നുള്ളതാണ് വാസ്തവം. എനിക്കറിയത്തില്ല അവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഷോക്കിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുമോ എന്ന്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നോട്ടത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് ആ കുടുംബത്തിനെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുടുംബത്തോട് സ്നേഹമുള്ളവരാരും ഒരു ആത്മഹത്യക്ക് പോവുകയില്ല. നേരെ മറിച്ച് ഈ ഇങ്ങനെ ഒരു ജപ്തി വരുന്ന കാലഘട്ടത്തില് പൈസ കൊടുക്കാൻ അല്ലെ ജപ്തി ചെയ്തിട്ടങ്ങ് പോട്ടെ, എന്തുവാ നമ്മളെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. ഇനി ഒന്നും തുടങ്ങാവുന്നേ. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ ഒറ്റക്കെട്ടായിട്ടിരുന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായി, അതിൽ നിന്ന് നമുക്ക് അങ്ങനെ രക്ഷപ്പെടാമെന്ന് ഓർത്തിട്ട് കൂലിവേല ചെയ്താണെങ്കിലും ജീവിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഏത് ജോലി ചെയ്യുന്നതിലും അതിന് മാന്യതയുണ്ട്, അഭിമാനം കണ്ടെത്തണം. ഒരു കുറച്ചിലായിട്ട് ഒരു ജോലിയുമില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിഷമഘട്ടങ്ങൾ തരണം ചെയ്യാനായിട്ട് കഴിയും. പൈസ ഇല്ലാതെയോ കടമോ ലോണോ ഒക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കത് കുറേശ്ശെ വീട്ടി നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ ഫോൾസ് പ്രസ്റ്റീജ് എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ നമുക്ക് സഹായം ചെയ്യണം, പക്ഷെ അറിയരുത് ഞാൻ ഇന്നവരുടെ കയ്യിൽ നിന്ന് സഹായം എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെ കാണിക്കാനായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം? ആരോടും വിളിച്ചു പറയേണ്ട, എനിക്കൊന്നും ഇല്ലെന്നൊന്നും പറയേണ്ടത്. നിങ്ങൾ വേലയെടുത്ത് ജീവിക്കണം. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കൂടുമ്പോഴേക്കും നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഡീപ്പ് ബ്രീതിങ് എക്സർസൈസോ കുറച്ച് മെഡിറ്റേഷനും, ഒരു വിശ്വസ്തരായിട്ടുള്ള കൂട്ടുകാരുണ്ട്, ഫാമിലി മെമ്പറോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നല്ലവണ്ണം ആശ്വാസം ലഭിക്കും. അതുപോലെ ഒരിക്കലും സ്ട്രെസ് മാറ്റാനായിട്ടോ പ്രയാസം മാറ്റാനായിട്ടോ ഒന്നും മയക്കുമരുന്നോ മദ്യമോ ഒന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും സ്നേഹിക്കുക. സെൽഫ് ലവ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊരു സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിഷമഘട്ടങ്ങളും തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മഹത്യ അല്ല പരിഹാരം. അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണെ, ഇപ്പോൾ ഒരു സൂയിസൈഡൽ ടെൻഡൻസി അല്ലെ സൂയിസൈഡ് ചെയ്യണം അല്ലെ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു വാഞ്ച നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് തോന്നുകയും അല്ലെ എങ്ങനെ ചെയ്യണം, ഇന്നത് ചെയ്യുക, അങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ ഒരു തോട്ട് വന്നെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ വൈദ്യസഹായം എടുക്കണം. അതിനകത്ത് ഒരു കുറച്ചിലും കാണരുത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും സ്നേഹമുണ്ട്, നിങ്ങളുടെ കുടുംബം നല്ലതായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം തീർന്നു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും ഒന്ന് സ്നേഹിച്ച് നോക്കിക്കേ. ഈ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയെല്ലാം പമ്പ കടക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും, അതിലൊന്നും തളരാതെ മുന്നോട്ട് ധൈര്യമായിട്ട് പോകാനായിട്ടുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. ഈ വിഷമഘട്ടവും തരണം ചെയ്യും എന്നുള്ള ഒരു ധൈര്യം വേണം. അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നല്ല ഈസി ആയിട്ട് അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ.